അത് ജനങ്ങളുടെ കയ്യിലിരിക്കണം. മൂന്നാം വട്ടം കയറുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. 3.0 അപ്പോൾ എല്ലാ ഏത് സ്റ്റേറ്റിലൊക്കെ എടുത്താലും അങ്ങനെ അപൂർവമല്ലേ തന്നെ. അപ്പം ഇത് ഇത്തവണ കയറുവാണെങ്കിൽ പുള്ളി ഏറ്റവും നല്ലത് ഭരിക്കും എന്നുള്ളത് എൻ്റെ അഭിപ്രായം. കാരണം പുള്ളി ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് ഇനി പുള്ളിക്ക് തൊഴിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അതായത് പെൻഷൻ വന്ന് 2000 രൂപ പെൻഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ നിസാറാണോ? അല്ല, ഇത് LDF സർക്കാർ വന്നേ പിന്നെ കുടിശ്ശിക തീർത്തു വെച്ചു അല്ലേ? അവര് അങ്ങനെ അല്ലായിരുന്നു. അവർ അഭിപ്രായം എന്നായിരുന്നു ചേട്ടൻ്റെ ആ പെൻഷൻ്റെ കേസിട്ട് അഭിപ്രായം? കേസിട്ട് ജനങ്ങൾ ഏറ്റവും വലിയ ഉപകാരം, സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും വലിയ ഉപകാരമായ പെൻഷൻ അത് 600 എന്ന് ഇതുവരെ എത്തിയില്ല. അവർക്ക് കുടിശ്ശികയും തീർത്ത് അവർ കൊടുത്തില്ലേ? അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അധികാരത്തിൽ കയറുന്നത് മൂന്നാം വട്ടം പിണറായി അല്ലേ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും. നമ്മുടെ ഉറപ്പും അങ്ങനെയാണ്. വന്നാൽ ഇനിയും നല്ല ഭരണം കാഴ്ചവെക്കും തോന്നുന്നുണ്ട്. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മോനസ് കയറിപ്പോൾ അതാണ് എൻ്റെ മോനസിൻ്റെ ഒരു ഏരിയയാണ്, നാടാണ്. പിന്നെ അത് നമ്മൾ പറയണില്ല. പക്ഷേ LDF സർക്കാർ പ്രാവശ്യം കേരളം ഭരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായവും. സാധ്യത അതാ കാണുന്നത്. ഇതൊന്നും ജനങ്ങളെ ഇരിക്കുന്ന കേസല്ല, ഈ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന കേസല്ലേ. തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നോ ഇന്ന ഇയാൾ ചെയ്യുന്നോ നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. 3000 പേര് പിന്നെയും കിടക്കുമല്ലോ. തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഭരണത്തെ വിലയിരുത്തിയിട്ട് അതെ. ഇനിയിപ്പോൾ കേരളം 4 ദിവസമുള്ളൂ അല്ലേ? അത് തന്നെ 1 2 4 ദിവസം അങ്ങനെ അറിയാലോ.